ഇതുവരെ വെച്ചത് ഇതുപോലെ അല്ലെങ്കിലും ഇനി മുതൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയേ. അപ്പൊ എണ്ണ ഒഴിച്ച് ചൂടായ ചട്ടിയിലേക്ക് സ്ലൈസ് ചെയ്ത് ചെറിയൊരു സവോളയും നെടുവേ കീറിയ 2-3 പച്ചമുളകും കഷ്ണങ്ങളാക്കി ഒരു ക്യാരറ്റും കിഴങ്ങും 1 ടീസ്പൂൺ വീതം ഉപ്പും മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി വഴറ്റി ഇനി ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് 1 മുറി ചിരവിയ തേങ്ങായും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് കുരുമുളകും 1 ടീസ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരുപാടൊന്നും മൂത്ത് പോവാതെ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിതാ ഈ ഒരു കളറിലും പരുവത്തിലും ഒക്കെ എത്തുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല മഷി പോലെ നരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇതാ നമ്മുടെ ക്യാരറ്റും കിഴങ്ങും ഒക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങാരപ്പില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുത്ത് പുഴുങ്ങിയ 3 മുട്ടയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കൂടെ തിളപ്പിച്ചേച്ചും ആ തീയങ്ങ് ഓഫ് ചെയ്ത് ഇനി ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകും ഉള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു മുട്ടക്കറി റെഡി. അപ്പോൾ ഇതുവരെ ഇതുപോലെ അല്ല ഉണ്ടാക്കിയെങ്കിലും ഒരു ദിവസം എപ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അത്രയ്ക്ക് അടിപൊളിയാ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനെ ഇപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.